ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനോട് യാത്ര പറഞ്ഞ് വേദ പണിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് അനിയൻകുട്ടൻ ചായ ഒറ്റയ്ക്ക് എടുത്ത് കുടിക്കുന്ന കാഴ്ച അവർ കണ്ടത്. അപ്പോൾ വിക്രമിനും വേദയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അത് കണ്ടിട്ട് വർഗീസേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് അനിയൻകുട്ടൻ ഒറ്റയ്ക്ക് എടുത്ത് അങ്ങനെ കുടിക്കാറൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ഏറ്റു തുടങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പൊക്കെ ശരിയാവും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം വേദയും മേരിയൊക്കെ പോയി പണി തുടങ്ങുകയാണ്. ആ സമയത്ത് വേദ നന്നായി പണി ചെയ്യുന്നത് കണ്ടിട്ട് കൂടെയുള്ളൊരു ചേച്ചി ചോദിക്കുകയാണ്, ആ വേദ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എത്ര പെട്ടെന്ന് ആ പണിയൊക്കെ പഠിച്ചത് എന്ന് പറയുകയാണ്. അത് പിന്നെ മേരിയുടെ കോച്ചിങ് അല്ലേ എന്നൊക്കെ പറയും. അപ്പോഴേക്കും അവിടേക്ക് ജോബി വരികയാണ് കേട്ടോ, നമ്മുടെ മാനേജർ. ഇതെന്താ ജോബി ഇവിടെ തന്നെ കിടന്ന് വട്ടം കറങ്ങുന്നത് എന്ന് അവർ പറയാണ്. അപ്പോൾ അവർ തന്നെ പറയാണ്, ആ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലേക്കല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വേദയെ നോക്കുകയാണ്. അപ്പോൾ മേരി ചേച്ചി പറയും, ദേ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട കേട്ടോ എന്ന്. ആ സമയത്ത് പറയാണ്, അയ്യോ നമ്മുടെ കോഴിക്കുഞ്ഞിനെ അല്ല പറയുന്നത്, കുറുക്കനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയാണ്. നല്ല അടി കിട്ടുമ്പം കുറുക്കൻ താനെ കൂട്ടിലേക്ക് കയറിക്കോളും എന്ന് മേരിയും പറയാണ്. ഈ സമയത്ത് ജോബി വന്ന് വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മേരി ചോദിക്കുന്നുണ്ട്, എന്താ ജോബി സാറേ പതിവില്ലാതെ ഈ വഴിയൊക്കെ എന്ന്. ജോബി പറയാണ്, നിങ്ങളെ പണിയൊക്കെ ഒന്ന് നോക്കണമല്ലോ എന്ന്. അപ്പം മേരി പറയാണ്, അല്ല പതിവില്ലാതെ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് എന്ന്. അങ്ങനെ ജോബി അവിടെ നിന്ന് പോകുന്ന സമയത്ത് മേരി പറയാണ്, അതൊന്നും കാര്യമാക്കേണ്ട മോളെ, അസുഖം വേറെയാണെന്ന്. അപ്പോൾ വേദ പറയാണ്, അതിന് വിളവിറക്കേണ്ടടുത്ത് ഇറക്കിയിട്ടല്ലേ കാര്യമുള്ളൂ ചേച്ചി, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്ന്. പിന്നെ വിക്രമും വർഗീസേട്ടനും പണിയെടുക്കുന്നതും അച്ഛൻ അനിയൻകുട്ടനായിട്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിക്രം പണിയെടുക്കുന്നിടത്തേക്ക് അച്ഛൻ വരികയാണ്. അച്ഛൻ അവരുടെ അടുത്ത് പറയാണ്, ഇനി ചായ കുടിക്കാം, ചായ കുടിച്ചിട്ടാവാം ബാക്കി പണിയൊക്കെ. അങ്ങനെ അവർ ചായ കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അച്ഛൻ വിക്രമിൻ്റെ അടുത്ത് പറയാണ്, വിക്രം ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെയോ, ഡോക്ടർ കുറച്ച് തിരക്കിലാണ്, നമുക്ക് ഡോക്ടറെ അവിടെ പോയി കണ്ടാലോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അയ്യോ, ഒരു യാത്ര ഇപ്പം നടക്കൂല അച്ഛോ എന്ന് പറയാൻ കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് വേഗം പോയി കണ്ടിട്ട് വരാമെന്ന് പറയുന്ന സമയത്ത് വിക്രം പറയാണ്, അത് ശരിയാവില്ല അച്ഛോ, നമുക്കിപ്പോൾ യാത്ര പറ്റില്ല എന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അച്ഛൻ വർഗീസിനോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് പിന്നിലൊരു നിഴലുണ്ടെന്ന്, അത് മരണത്തിൻ്റെ നിഴലാണെന്ന് പറയാണ്. ആ നിഴലിനെയാണ് ഇവർ പേടിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ യാത്ര പറ്റില്ല എന്ന് ഇവർ പറയുന്നത് എന്ന് പറയാം. അതേ അച്ഛോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നെ കാണുന്നത് വേദയൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സീനാണ്. ആ സമയത്ത് അവർ ഭക്ഷണമൊക്കെ പങ്കിട്ട് കഴിക്കുകയാണ്. അങ്ങനെ വേദയുടെ കറി എടുത്ത് കഴിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, എന്ത് കറിയാണ്, എന്ത് ടേസ്റ്റാണ് നിൻ്റെ കറിക്കൊക്കെ, ഇങ്ങനെ 2 വിധം കറിയൊക്കെ ഉണ്ടാക്കാൻ രാവിലെ സമയം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ, വേദയ്ക്ക് കറി ഉണ്ടാക്കി കൊടുക്കുന്നത് അവളുടെ ഭർത്താവാണ്, നിൻ്റെ കെട്ടിയവനെ പോലെ അല്ല എന്നൊക്കെ മേരി പറയാണ്. പിന്നെ ആ കൂട്ടത്തിലെ വേറൊരു പെണ്ണ് പറയാണ്, അതെ എനിക്കൊരു ഫോം കൊണ്ട് തന്നിട്ടുണ്ട് അയൽക്കൂട്ടത്തുനിന്ന്, എനിക്കാണെങ്കിലോ അതൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കാനൊന്നും അറിയില്ല എന്ന് പറയാണ്. ആ സമയത്താണെങ്കിൽ വേദ കൈ കഴുകുന്ന സമയത്ത് വേദ ചോദിക്കും, ചേച്ചി ആ ഫോമൊന്ന് തന്നേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആ ഫോം വാങ്ങിയിട്ട് വേദ പറയാണ്, ഇത് ഞാൻ ഫില്ല് ചെയ്ത് തരാം ചേച്ചി, എന്നിട്ട് അക്ഷയയിൽ പോയാൽ മതി, അവിടെ കൊണ്ടു കൊടുത്താൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്ന് പറയാണ്. ആ സമയത്ത് ജോബി അവിടേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വേദയെ വിളിക്കുകയാണ്. എന്നിട്ട് വേദൻ്റെ അടുത്ത് പറയാണ്, വേദ ഒന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ കമ്പനിയിൽ നിന്ന് ഒരു അഫിഡേറ്റ് ഉണ്ട്, ഇതിലൊന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറയാണ്. ആ സമയത്ത് വേദ ആ ഫോം വാങ്ങി വായിച്ചു നോക്കുന്നത് കണ്ടിട്ട് ജോബി ഒരു പരിഹാസത്തോടെ ചോദിക്കുകയാണ്, എഴുത്തും വായനയും അറിയാത്ത നീയൊക്കെ ഇത് വായിച്ചു നോക്കിയിട്ട് എന്താ കാര്യം, ഒപ്പിട്ട് തന്നാൽ പോരെ, ഇത് വല്ലതും മനസ്സിലാവുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഒപ്പിടാനൊക്കെ അറിയുമെന്ന്. അപ്പോൾ വേദ പറയാം, ഒപ്പിടാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ആ സമയത്ത് വേദ ആ ഫോമൊക്കെ വായിച്ച് നോക്കുന്നുണ്ടേ. അങ്ങനെ ജോബി അവിടെ നിന്ന് പോയതിന് ശേഷം വേദ മേരി ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു അഫിഡേറ്റ് എല്ലാവരും ഇവിടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന്. ഒപ്പിട്ട് കൊടുക്കാതെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കും, എന്നിട്ട് അതിൽ പറയുന്ന ശമ്പളം തന്നെയാണോ നിങ്ങൾക്ക് തരുന്നത്? അതിലുള്ള അത് തന്നെയാണല്ലോ തരുന്നത്, എന്താ മോളെ എന്ന് ചോദിക്കും. ഒന്നുമില്ല ചേച്ചി, പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേദയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അങ്ങനെ രാത്രി വിക്രമുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കുകയാണ്. അപ്പം വിക്രം വേദയുടെ അടുത്ത് ചോദിക്കുകയാണ്, അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന്. അപ്പം വേദ പറയാണ്, എനിക്ക് തന്ന അഫിഡേറ്റ്സിൽ അതിൽ പറയുന്ന കൂലിയും എനിക്ക് കിട്ടുന്ന കൂലിയും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അവിടെ 100-100ഓളം പണിക്കാരുണ്ടല്ലോ, ആ പണിക്കാർക്ക് കൊടുക്കുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇയാൾ ബാക്കിയുള്ള ശമ്പളമൊക്കെ ഇയാൾ അടിച്ചു മാറ്റുകയാണ് എന്നൊക്കെ പറയാണ്. നീ എഴുത്തും വായനയൊന്നും അറിയാത്ത ആളാണെന്ന് വിശ്വസിച്ച് കാണൂലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്, മേരി ചേച്ചിയാണ് പറഞ്ഞത് എനിക്ക് എഴുത്തും വായനയൊന്നും അറിയുമെന്നുള്ള കാര്യം പറയണ്ടാന്ന്.
എന്നാലും നിന്നെ കണ്ടിട്ട് എഴുത്തും വായനയും അറിയാത്ത ആളാണെന്ന് വിശ്വസിച്ചോ? പിന്നെന്താ വിശ്വസിക്കാതിരിക്കാൻ? അല്ല, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും എഴുത്തു വായനയും അറിയുന്ന വിനീതയായിട്ടുള്ള സുന്ദരിയായ ഒരു സ്ത്രീയായിട്ടാണല്ലോ തോന്നുക. സുന്ദരി എന്നത് സത്യം തന്നെയാണ്, പക്ഷേ വിനീതയായിട്ടുള്ള സ്വഭാവം എന്നുള്ളത് നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചല്ലേ എന്ന് വേദ പറയാണ്. എന്നിട്ടിപ്പോൾ നീ എന്ത് ചെയ്യാനാ? ഇതെന്തായാലും തൊഴിലാളികളെ അറിയിക്കണ്ടേ? അതെ, നമ്മളിവിടെ വന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കൊന്നല്ല, വളരെ സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് വിക്രം വേദയുടെ അടുത്ത് പറയാണ്. ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ പെട്ടുപോകും, അതുകൊണ്ട് തന്നെ ആലോചിച്ച് ചെയ്യണം എന്നൊക്കെ വിക്രം പറയാണ്. അപ്പോൾ വേദ പറയും ശരി. അതിനുശേഷം വാസവനും ശ്രീനിവാസനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. വാസവൻ ശ്രീനിവാസന്റെ അടുത്ത് തൻ്റെ മകനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ വാസവൻ്റെ അടുത്ത് പറയും, ഞാൻ തനിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഒരു ഫോം എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വാസവൻ അത് തുറന്ന് നോക്കുമ്പം സൈബർ സെല്ലിൽ നിന്നുള്ള ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ കാണുന്നത്. ഇതിൽ പുളിക്കൻ്റെ ഫോണാണ് കേട്ടോ ഞാൻ പരിശോധിച്ചിട്ടുള്ളത്. പുളിക്കൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണ് പുളിക്കൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മരിക്കുന്നതിൻ്റെ തലേദിവസം മുതൽ വേറൊരു നമ്പറിൽ നിന്നാണ് കേട്ടോ കോള് തുടർച്ചയായിട്ട് വന്നിട്ടുള്ളത്. അത് ആരുടേതാണെന്ന് വ്യക്തമല്ല. അപ്പോൾ ശ്രീകാന്തിനെ നമുക്ക് പിടിക്കണമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശ്രീകാന്തിനെ ഫോളോ ചെയ്തിട്ട് കാറ് തടഞ്ഞ് നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അവനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുകയാണ്. അപ്പം ശ്രീകാന്ത് ചോദിക്കും, എന്താ വേണ്ടത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വാസവൻ പറയും ഇറങ്ങടാ എന്ന്. അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് കാറിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും എന്താ കാര്യം എന്നൊക്കെ. അന്നേരം ശ്രീനിവാസൻ പറയാണ്, നിൻ്റെ ഒളിച്ചുകളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നീ ആൾ കൊള്ളാമല്ലോ. നിൻ്റെ ഫോണിൽ നിന്ന് പുളിക്കൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ കോൾ വന്ന കാര്യമൊക്കെ പറയാണ്. നീയൊക്കെ കൂടിയല്ലേ പുളിക്കനെ കൊന്നു തള്ളിയത് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഫോണിൽ നിന്ന് കോള് പോയി എന്ന് കരുതി ഞാനാണോ പുളിക്കനെ കൊന്നത്? അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയാണ്. നാളെ ജയിച്ചു കഴിഞ്ഞാൽ MLA ആവുള്ളൂ, അല്ലാതെ പോലീസിൻ്റെ ജോലിയൊന്നും ഏറ്റെടുക്കാനാവില്ലല്ലോ എന്നൊക്കെ വാസവനെ കളിയാക്കാണ് കേട്ടോ ശ്രീകാന്ത്. അത് കേട്ടപ്പോൾ വാസവന് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് ശ്രീകാന്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചിരിക്കുകയാണ്. അപ്പോൾ എടാ എന്നും പറഞ്ഞ് വാസവൻ ദേഷ്യത്തോടെ പിടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.